ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള ബഹുമുഖ വേദികളിൽ രാജ്യത്തിന് നൽകുന്ന പിന്തുണയ്ക്ക് പരാഗ്വേയ്ക്ക് നന്ദി അറിയിച്ച രാഷ്ട്രപതി ദ്രൗപദി മുർമു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഇന്ന് പാരീസിൽ ലോക വ്യാപാര സംഘടനയുടെ മന്ത്രിതല യോഗത്തിൽ പങ്കെടുക്കും. സിക്കിമിലെ സൈനിക ക്യാമ്പിലുണ്ടായ മണ്ണിടിച്ചിലിൽ 3 സൈനികർക്ക് ജീവഹാനി, 6 പേരെ കാണാനില്ല. NCERT പാഠപുസ്തകങ്ങളുടെ അനധികൃതമായ വിൽപ്പനയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിച്ച് കേന്ദ്രം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതം. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന്. IPL ക്രിക്കറ്റ് ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഇന്ന് പഞ്ചാബ് കിങ്സുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള ബഹുമുഖ വേദികളിൽ രാജ്യത്തിന് നൽകുന്ന പിന്തുണയ്ക്ക് പരാഗ്വേയ്ക്ക് നന്ദി അറിയിച്ച രാഷ്ട്രപതി ദ്രൗപദി മുർമു. രാഷ്ട്രപതി ഭവനിൽ പരാഗ്വേ പ്രസിഡന്റ് സാന്റിയാഗോ പെനാപലാസിയോസുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു രാഷ്ട്രപതി. ഇന്ത്യ പരാഗ്വേ ബന്ധം ഊഷ്മളമാണെന്ന് പറഞ്ഞ രാഷ്ട്രപതി ഭീകരാക്രമണത്തിനെതിരായ പരാഗ്വേയുടെ നിലപാടിനും പെഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയ്ക്ക് നൽകിയ പിന്തുണയ്ക്കും നന്ദി അറിയിച്ചു. ആഗോള വ്യോമ ഗതാഗത വ്യവസായത്തിൽ ഇന്ത്യ മുൻനിര ശക്തിയായി ഉയർന്നുവരുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ അന്താരാഷ്ട്ര വ്യോമ ഗതാഗത അസോസിയേഷന്റെ 81ാമത് വാർഷിക പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വ്യോമയാന മേഖലയിൽ നയപരമായ നേതൃത്വത്തിന്റെയും നവീകരണത്തിന്റെയും സമഗ്ര വികസനത്തിന്റെയും പ്രതീകമാണ് ഇന്ത്യയെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. പാരീസിൽ 3 ദിവസത്തെ സന്ദർശനത്തിനായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഇന്ന് ലോക വ്യാപാര സംഘടനയുടെ മന്ത്രിതല യോഗത്തിൽ പങ്കെടുക്കും. ഫ്രാൻസിലെ വാണിജ്യ വ്യവസായ മന്ത്രിമാരുമായി കേന്ദ്രമന്ത്രി ഉഭയകക്ഷി കൂടിക്കാഴ്ചകൾ നടത്തും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര നിക്ഷേപ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള പദ്ധതികളും ചർച്ചയാകും. രാജ്യത്തെ ഇലക്ട്രിക് കാറുകളുടെ നിർമ്മാണം പ്രോത്സാഹിപ്പിക്കുന്നതിന് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. അന്താരാഷ്ട്ര ബ്രാൻഡുകളെ ആകർഷിക്കുന്നതിന് ഇന്ത്യ കുറഞ്ഞ ഇറക്കുമതി തീരുവയായ 15% മാത്രമാണ് ഇലക്ട്രിക് കാറുകൾക്ക് ചുമത്തുന്നതെന്ന് കേന്ദ്രമന്ത്രി HD കുമാരസ്വാമി അറിയിച്ചു. ഇന്ത്യയിൽ നിക്ഷേപം നടത്താനും ഇലക്ട്രിക് കാർ ഉൽപ്പാദനത്തിനും തയ്യാറാകുന്ന കമ്പനികൾക്ക് മാത്രമാണ് ഈ ആനുകൂല്യം ലഭ്യമാകുന്നതെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. സിക്കിമിലെ മാർഗനിൽ സൈനിക ക്യാമ്പിലുണ്ടായ മണ്ണിടിച്ചിലിൽ 3 സൈനികർക്ക് ജീവൻ നഷ്ടമായി. 4 പേരെ ചെറിയ പരിക്കുകളോടെ രക്ഷപ്പെടുത്തി. 6 പേരെ കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും നൽകുമെന്ന് ഇന്ത്യൻ സേന അറിയിച്ചു. സിക്കിമിൽ കനത്ത മഴ തുടരുകയാണ്. അസം, മേഘാലയ, സിക്കിം, നാഗാലാന്റ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര സംസ്ഥാനങ്ങളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അരുണാചൽ പ്രദേശ്, കിഴക്കൻ രാജസ്ഥാൻ, ഗോവ, ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളിലെ ഒറ്റപ്പെട്ട ഇടങ്ങളിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ജമ്മു കശ്മീർ, ലഡാക്ക്, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, പഞ്ചാബ്, ഹരിയാന, ചണ്ഡിഗഡ്, ഡൽഹി എന്നിവിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും ഉള്ള പ്രവചനമാണ് നിലനിൽക്കുന്നത്. കേരളത്തിൽ മഴയ്ക്ക് നേരിയ ശമനം. കണ്ണൂർ, കാസർഗോഡ്, വയനാട്, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. രാജ്യത്തെ കർഷകരുടെ അഭിവൃദ്ധിക്കൊപ്പം ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനും കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. വികസിത് കൃഷി സങ്കൽപ് അഭിയാന്റെ ഭാഗമായി ബീഹാറിൽ നടന്ന പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിവിധ ക്ഷേമ പദ്ധതികളുടെ ഗുണങ്ങൾ കർഷകർക്ക് നേരിട്ടെത്തിക്കുക എന്നതാണ് ലക്ഷ്യമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ये विकसित कृषि संकल्प अभियान खेती, किसानी और किसानों की जिंदगी बदलने का प्रयास है। संकल्प है विकसित भारत के निर्माण का प्रधानमंत्री जी का। उसके लिए विकसित खेती और समृद्ध किसान। बिहार में कई काम हो रहे हैं और इसलिए पूरे देश में बिहार सहित हमारे वैज्ञानिक निकले और ये 10-15 गाँव के बीच में एक गाँव में जा रहे हैं और समस्याएं हैं तो उनका समाधान क्या, रिसर्च क्या होना चाहिए, ऐसे सुझाव पर भी हम लोग काम करेंगे. വികസിത കൃഷി സങ്കൽപ് അഭിയാൻ ക്യാമ്പയിൻ പത്തനംതിട്ട ജില്ലയിൽ തുടരുന്നു. ഇന്ന് മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന ഗ്രാമപഞ്ചായത്തുകളിലാണ് പരിപാടി. ഈ മാസം 12 വരെ ആകെ 38 ക്യാമ്പയിനുകളാണ് ജില്ലയിൽ നടക്കുക. ഈ വർഷത്തെ നീറ്റ് PG എൻട്രൻസ് പരീക്ഷ മാറ്റിവെച്ചു. ഈ മാസം 15-ാം തീയതി നടത്താനിരുന്ന പരീക്ഷയാണ് മാറ്റിയത്. കൂടുതൽ പരീക്ഷാ കേന്ദ്രങ്ങൾ സജ്ജമാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കുമെന്ന് നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻസ് ഇൻ മെഡിക്കൽ സയൻസസ് അറിയിച്ചു. നീറ്റ് PG പരീക്ഷ ഒറ്റ ഷിഫ്റ്റിൽ നടത്തണമെന്ന് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു.
NCERT പാഠപുസ്തകങ്ങളുടെ അനധികൃത നിർമ്മാണം, വിതരണം, വിൽപ്പന എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കെതിരെ ദേശീയ വിദ്യാഭ്യാസ ഗവേഷണ പരിശീലന കൌൺസിൽ നടപടി സ്വീകരിച്ചു. പാഠപുസ്തകങ്ങളുടെ വ്യാജ പതിപ്പുകൾ തടയുന്നതിനായി NCERT പാഠപുസ്തകങ്ങളുടെ ഗുണനിലവാരം, ലഭ്യത എന്നിവ വർദ്ധിപ്പിക്കും. ഇതിനോടകം 5 ലക്ഷത്തിലധികം വ്യാജ പാഠപുസ്തക പകർപ്പുകളും അച്ചടി കടലാസും യന്ത്രങ്ങളും ഇതിന്റെ ഭാഗമായി പിടിച്ചെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതമായി പുരോഗമിക്കുന്നു. 19 പേരാണ് നാമനിർദ്ദേശ പത്രിക നൽകിയത്. ഇന്ന് സൂക്ഷ്മ പരിശോധന നടക്കും. മറ്റന്നാൾ വരെ പത്രിക പിൻവലിക്കാം. LDF സ്ഥാനാർത്ഥി M സ്വരാജ്, UDFന്റെ ആര്യാടൻ ഷൌക്കത്ത്, NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജ്, തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി PV അൻവർ എന്നിവരാണ് മത്സരരംഗത്തെ പ്രമുഖർ. നിലമ്പൂരിൽ ഈ മാസം 19-നാണ് വോട്ടെടുപ്പ്. 23-ന് വോട്ടെണ്ണൽ നടക്കും. കേരളത്തിൽ അങ്കണവാടി പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് പത്തനംതിട്ട മെഴുവേലി അങ്കണവാടിയിൽ മന്ത്രി വീണ ജോർജ് നിർവഹിക്കും. പ്രീ സ്കൂൾ കുട്ടികൾക്കായുള്ള പരിഷ്കരിച്ച മാതൃകാ ഭക്ഷണ പദ്ധതിയുടെ പ്രകാശനവും കുട്ടികളുടെ വളർച്ചാ നാഴികക്കല്ലുകൾ രേഖപ്പെടുത്തുന്നതിനുള്ള കുഞ്ഞൂസ് കാർഡിന്റെ വിതരണവും മന്ത്രി ചടങ്ങിൽ നിർവഹിക്കും. ഭീകരവാദത്തിനെതിരെ ഇന്ത്യയുടെ ശക്തമായ നിലപാട് ലോകത്തെ അറിയിക്കുന്നതിനായി MPമാരുടെ നേതൃത്വത്തിൽ സർവകക്ഷി പ്രതിനിധി സംഘങ്ങൾ വിദേശ പര്യടനം തുടരുന്നു. NCP SP MP സുപ്രിയ സുലെയുടെ നേതൃത്വത്തിലുള്ള സംഘം ഈജിപ്തിൽ പര്യടനം തുടരുകയാണ്. DMK MP കനിമൊഴി നയിക്കുന്ന സംഘം ഇന്നലെ സ്പെയിനിലെ വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. BJP MP ബൈജയന്ത് പാണ്ഡെയുടെ സംഘം ഇന്ന് അൾജീരിയ സന്ദർശിക്കും. മലേഷ്യയിലെ വിദഗ്ധ സംഘങ്ങളുമായി JDU MP സഞ്ജയ് കുമാർ ഝാ ഇന്നലെ ചർച്ചകൾ നടത്തി. ശിവസേന MP ശ്രീകാന്ത് ഷിൻഡെ, BJPയുടെ രവിശങ്കർ പ്രസാദ്, കോൺഗ്രസ് MP ശശി തരൂർ തുടങ്ങിയവർ നയിക്കുന്ന സംഘങ്ങളും വിവിധ രാജ്യങ്ങളിൽ പര്യടനം തുടരുകയാണ്. IPL ക്രിക്കറ്റിൽ ഇന്ന് നടക്കുന്ന ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പഞ്ചാബ് കിങ്സുമായി ഏറ്റുമുട്ടും. അഹമ്മദാബാദിൽ രാത്രി 7:30-നാണ് മത്സരം. കന്നിക്കിരീടം ലക്ഷ്യമിട്ടാണ് ശ്രേയസ് അയ്യർ നയിക്കുന്ന പഞ്ചാബും രജത് പാട്ടീദാറിന്റെ നേതൃത്വത്തിലുള്ള ബംഗളൂരുവും ഇന്ന് കളത്തിലിറങ്ങുന്നത്. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സ്ഥിരതയാർന്ന പ്രകടനത്തിലൂടെ മുന്നേറിയ 2 ടീമുകൾ RCBയും പഞ്ചാബ് കിങ്സും ഇന്ത്യൻ ക്രിക്കറ്റിലെ മോഹക്കപ്പിനായി കലാശപ്പോരിനിറങ്ങുമ്പോൾ ഫലം പ്രവചനാതീതം. ആരുടെ കാത്തിരിപ്പാണ് അഹമ്മദാബാദിലെ IPL 18ാം സീസണിൽ സഫലമാകുകയെന്ന് കണ്ടറിയണം. നേരത്തെ ഇരു ടീമുകളും IPLന്റെ ഫൈനലിൽ കളിച്ചിട്ടുണ്ടെങ്കിലും കപ്പടിക്കാൻ 2 ടീമുകൾക്കും കഴിഞ്ഞിട്ടില്ല. ഒന്നാം ക്വാളിഫയറിൽ പരസ്പരം കൊമ്പുകോർത്തപ്പോൾ 8 വിക്കറ്റിന്റെ വിജയം RCBക്കായിരുന്നു. ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരുടെ ബാറ്റിംഗ് മികവാണ് പഞ്ചാബിന്റെ പ്രതീക്ഷയെങ്കിൽ എതിരാളികളുടെ പേടിസ്വപ്നമായ വിരാട് കോഹ്ലി തന്നെയാണ് RCBയുടെ നെടുന്തൂൺ. നോർവേ ചെസ് ടൂർണമെന്റിന്റെ 7ാം റൌണ്ടിൽ നിലവിലെ ലോക ചാമ്പ്യൻ ഡി ഗുകേഷ് ഗ്രാൻഡ് മാസ്റ്റർ അർജുൻ എറിഗസിയെ പരാജയപ്പെടുത്തി. തുടക്കം മുതൽ മത്സരത്തിൽ അർജുൻ ശക്തമായ ആധിപത്യം സ്ഥാപിച്ചെങ്കിലും ശ്രദ്ധയോടെയുള്ള മുന്നേറ്റങ്ങളിലൂടെ ഗുകേഷ് നിർണായക വിജയം നേടി. നേരത്തെ ക്ലാസിക്കൽ ചെസ് വിഭാഗത്തിൽ ലോക 1ാം നമ്പർ മാഗ്നസ് കാൾസനെ ഗുകേഷ് പരാജയപ്പെടുത്തിയിരുന്നു. 20,000 തവണ സൂര്യ നമസ്കാരം ചെയ്ത് ലോക റെക്കോർഡ് നേടി ഹരിയാന സ്വദേശി സന്ദീപ് ആര്യ. കഴിഞ്ഞ 15 വർഷമായി സൂര്യ നമസ്കാരം പരിശീലിക്കുന്ന അദ്ദേഹം 6 ലോക റെക്കോർഡുകൾക്ക് ഉടമയാണ്. പ്രോ കബഡി ലീഗിലെ താരം പർദീപ് നർവാൾ വിരമിക്കൽ പ്രഖ്യാപിച്ചു. 12ാം പ്രോ കബഡി ലീഗ് താരലേലത്തിൽ ഉൾപ്പെടാതെ വന്നതോടെയാണ് വിരമിക്കൽ പ്രഖ്യാപനം. ഒരു മാധ്യമത്തിന് നൽകിയ തത്സമയ അഭിമുഖത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. കോച്ചിംഗ് മേഖലയിലേക്ക് കടക്കാനാണ് താരത്തിന്റെ തീരുമാനം. വനിതാ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ഷെഡ്യൂൾ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൌൺസിൽ പ്രഖ്യാപിച്ചു. സെപ്റ്റംബർ 30 മുതൽ നവംബർ 2 വരെ ഇന്ത്യയിലും ശ്രീലങ്കയിലുമായി 5 വേദികളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. ഇന്ത്യയ്ക്ക് പുറമെ ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, ദക്ഷിണാഫ്രിക്ക, ന്യൂസിലൻഡ്, ശ്രീലങ്ക, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ എന്നീ ടീമുകൾ വനിതാ ലോകകപ്പിൽ മത്സരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള ബഹുമുഖ വേദികളിൽ രാജ്യത്തിന് നൽകുന്ന പിന്തുണയ്ക്ക് പരാഗ്വേയ്ക്ക് നന്ദി അറിയിച്ച രാഷ്ട്രപതി ദ്രൌപദി മുർമു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഇന്ന് പാരീസിൽ ലോക വ്യാപാര സംഘടനയുടെ മന്ത്രിതല യോഗത്തിൽ പങ്കെടുക്കും. സിക്കിമിലെ സൈനിക ക്യാമ്പിലുണ്ടായ മണ്ണിടിച്ചിലിൽ 3 സൈനികർക്ക് ജീവഹാനി, 6 പേരെ കാണാനില്ല. NCERT പാഠപുസ്തകങ്ങളുടെ അനധികൃതമായ വിൽപ്പനയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിച്ച് കേന്ദ്രം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതം. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന്. IPL ക്രിക്കറ്റ് ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഇന്ന് പഞ്ചാബ് കിങ്സുമായി ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.